ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ മല്ലു സ്ട്രോം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഫസീനോ, അതേപോലെ തന്നെ ഫസീനോ എസ് നമ്മുടെ കൂടെ ഉണ്ട്, ഫസീനോ ഉണ്ട്. പുതിയ കളർ വേരിയൻ്റ് ആണ്, 2024 മോഡൽ. ഓക്കെ ഗൈസ്, നമ്മുടെ ഒരു ഷോർട്ട് റിവ്യൂലോട്ട് കടക്കുന്നതിന് മുന്നേ ഓണത്തിനോടനുബന്ധിച്ച് നമ്മുടെ കൊട്ടാരക്കര യമഹയിൽ ഒരുപാട് ഓഫറുകൾ ഫസീനോയ്ക്കും അതേപോലെ റേസഡാറിനും വന്നിട്ടുണ്ട്. റേസഡാറിൻ്റെ വീഡിയോ നമ്മൾ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. ഫസീനോയ്ക്ക് ഒരുപാട് ഓഫറുകൾ വന്നിട്ടുണ്ട്. ആ ഓഫറിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ നമ്പർ പിൻ ചെയ്ത് വെച്ചേക്കാം. ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് എന്നാൽ റിവ്യൂലായിട്ട് കിടക്കാം. ഓക്കെ ഗൈസ്, എനിക്ക് അങ്ങനെ എന്തായാലും നമ്മുടെ റിവ്യൂലോട്ട് പോകുന്നതിന് മുന്നേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കളേഴ്സാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്ന് കോപ്പറും അതുപോലെ തന്നെ മാറ്റ് റെഡും. പുതിയ മാറ്റ് റെഡാണ് വന്നിരിക്കുന്നത്. നേരത്തെ റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഗ്ലോസി റെഡായിരുന്നു വരുന്നത്. ഇപ്പം വന്നിരിക്കുന്ന ഒരു മാറ്റ് റെഡാണ്. അതുപോലെ നമ്മൾ മാറ്റ് റെഡിലോട്ട് വരുവാന്നുണ്ടെങ്കിൽ അതിൻ്റെ അലോയൊക്കെ നല്ലൊരു കോപ്പർ ഫിനിഷും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് നല്ല രസമാണ് നമുക്ക് ആ ഒരു അലോയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി. റെഡിൻ്റെ നമ്മൾ സൈഡ് പോർഷനിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്രാഫിക്സും ആ ഒരു സ്റ്റിക്കർ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഹെഡ് ലാമ്പിൽ വരുന്ന ഒരു ബ്ലാക്ക് റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് ആണെന്നുണ്ടെങ്കിലും നല്ല രസമാണ് വണ്ടി നമുക്ക് നേരിട്ട് കാണാം. ആ ഒരു ഫിനിഷിങ് നമ്മൾ ബാക്കിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതാണ്ട് നമ്മുടെ സീറ്റിങ്ങിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഫസീനോ എസ് എന്നുള്ളൊരു എഡ്ജിങ് നേരത്തെ വരുന്നതിനകത്ത് പഴയ ഫസീനോയിലാണെന്നുണ്ടെങ്കിൽ ഒരു സിൽവർ കളറിലായിരുന്നു റെഡിൽ ഫസീനോ എസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബാഡ്ജിങ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളറിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് ആ ഒരു സ്റ്റിക്കറിൻ്റെ വർക്കും കാര്യങ്ങളും ഒക്കെ ഫസീനോ എസ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കോപ്പറിലോട്ട് വരുവാണെന്നുണ്ടെങ്കിലും സെയിം ആ ഒരു രീതികളൊക്കെ തന്നെയാണ്. പക്ഷേ ഫസീനോ റെഡിലോട്ട് വരുമ്പോൾ ഫസീനോ എസ് ആണ് ഏറ്റവും ടോപ്പ് മോഡലാണ്. ഡിസൈൻ കുറച്ചും കൂടി കോപ്പറിനെക്കാട്ടിലും കുറച്ചും കൂടി ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത് ഫസീനോ എസ്സിലാണ് വരുന്നത്. മെയിനായിട്ട് ആ സ്റ്റിക്കറിങ്ങും ആ അലോയുടെ കളേഴ്സും ഒക്കെ തന്നെയാണ്. അല്ല നമ്മുടെ നോർമൽ ഫസീനോയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഡിസ്ക് വണ്ടിയിലോട്ട് വരുന്നുണ്ടെന്നുണ്ട് അലോയൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്ലാക്ക് കളറും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അതുപോലെ മറ്റേ അപ്പുറത്ത് വരുന്ന ആ ബ്ലാക്ക് വീഡിങ് ഇല്ല, അതുപോലെ ഒന്നുമില്ല, ഇതിലൊരു സിൽവർ കളറായിരിക്കും വരുന്നത്. നമ്മൾ ബാക്ക് സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഫസീനോ അപ്പുറത്ത് നമ്മൾ ഫസീനോ എസ് എന്ന് കണ്ട പോലല്ല, ഇവിടെ ഒരു നോർമൽ സിൽവർ കളറിൽ ഫസീനോ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഫ്രണ്ട് ഹെഡ് ലാമ്പിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 DRLും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ഹെഡ് ലാമ്പിൽ വരുന്നുണ്ട്. ഈ DRL നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ പോലും കത്തി തന്നെ നമുക്ക് കിടക്കും. ഒരു കീ ഓൺ ആണെന്നുണ്ടെങ്കിൽ ആ DRL നമുക്ക് ഓണായി തന്നെ ഇരിക്കും. നമ്മുടെ വണ്ടി ഇപ്പം ഫസീനോ എസ് ആണെന്നുണ്ടെങ്കിലും ശരി, അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ നമ്മുടെ ദാണ്ട ഈ ഫസീനോ ആണെന്നുണ്ടെങ്കിൽ ശരി, രണ്ടിലും ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇതിലും ഡിജിറ്റൽ മീറ്ററാണ്, ഇതിലും ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. നമ്മൾ ഡിജിറ്റൽ മീറ്റർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഒന്ന് വണ്ടി ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്കിവിടെ കോൾ വരുന്നത്, അതേപോലെ മെസ്സേജസ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണുമായിട്ട് വണ്ടിയുടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സിമ്പിൾ നമുക്ക് വണ്ടിയിൽ അറിയാൻ പറ്റും. ഇൻഡിക്കേറ്റേഴ്സിന് സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, പുതിയ വണ്ടിയിലൊന്നും സൗണ്ട് വരുന്നതല്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻബിൽട്ടായിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫ്യൂൽ ഗേജിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അറിയാൻ പറ്റും. ഏകദേശം 5.3 ലിറ്ററാണ് നമ്മുടെ ഫസീനോയുടെ കപ്പാസിറ്റി വരുന്നത്. ഫസീനയെ സംബന്ധിച്ച് 5.3 ലിറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കടലാണ് ഗൈസ്, കടൽ. എങ്ങനെ പോയാലും 65+ മൈലേജ് കൺഫേം. കമ്പനി 70 പറയുന്നുണ്ട്, പക്ഷേ 65-ന് മേളിൽ എല്ലാ കസ്റ്റമേഴ്സിനും കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മീറ്ററിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വിച്ചസ് ഒന്നും വലിയ ആഡംബര സ്വിച്ചസും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മുടെ ബ്രൈറ്റ് ഇവിടെ ഉണ്ട്, പാസ് നമുക്ക് ഇവിടെ തന്നെയാണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സൗണ്ടോ കാര്യങ്ങളോ ഇൻഡിക്കേറ്റേഴ്സിന് വരത്തില്ല. അതിൻ്റെ ഇൻഡിക്കേഷൻസ് നമുക്ക് മീറ്ററിൽ അറിയാൻ പറ്റുന്നുണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റിലോട്ടുള്ളത്. ഇതാണ് ഗൈസ് ഹോൺ. അതുപോലെ തന്നെ വണ്ടിയുടെ ലൈറ്റ് നമുക്ക് ഓൺ ചെയ്യാനുള്ളത്, ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്ന ബട്ടൺ സ്വിച്ച് നമുക്കിവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു കട്ട് ഓഫ് സ്വിച്ചാണ്. ഇപ്പോൾ നമ്മൾ കാറുകളിലൊക്കെ കണ്ടുവരുന്ന പോലെ തന്നെ ഏകദേശം നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു 3-4 കിലോമീറ്റർ ഒരു സ്ട്രെച്ച് നമ്മൾ ഓടിച്ചിട്ട് എവിടെയും ചെന്ന് നമ്മൾ സിഗ്നലിൽ ചെന്ന് വണ്ടി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ കീ ഓഫ് ചെയ്യാതെ തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ചെയ്തിട്ടിരുന്ന് കഴിഞ്ഞാൽ എഞ്ചിൻ കട്ട് ഓഫ് ആവും. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടായി മൂവ് ആവും. ഇത് നമ്മളിപ്പം കാറിലൊക്കെ കണ്ടുവരുന്ന ഒരു സെയിം പരിപാടി തന്നെയാണ്. ഫ്യൂവൽ സേവ് ചെയ്യാൻ വേണ്ടി തന്നെയുള്ളൊരു സംഭവം തന്നെയാണ് അത്. അതിപ്പോൾ നമ്മൾ ഫസീനോ എസ്സിലാണെന്നുണ്ടെങ്കിലും ശരി, നോർമൽ ഫസീനോയിലാണെന്നുണ്ടെങ്കിലും ശരി, ഇതും ഡിസ്ക് വണ്ടിയാണ്. ഇതിലോട്ട് വന്നാലും ശരി, ഈ പറയുന്ന സെയിം സ്വിച്ചസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഡ്രം വണ്ടിയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, ഡ്രം മോഡൽ വണ്ടിയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഈ പാസ് ഇതിലായിരിക്കത്തില്ല, നമുക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും പാസ് വരുന്നത്. പിന്നെ ഡിജിറ്റൽ ആയിരിക്കത്തില്ല, ഓഡോമീറ്റർ ആയിരിക്കും. അല്ലാതെ ഈ എഞ്ചിൻ കട്ട് ഓഫ് സ്വിച്ചും കാര്യങ്ങളും ബാക്കി എല്ലാം സെയിം തന്നെ ആയിരിക്കും വരുന്നത്. മൈലേജിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ വണ്ടി ഫസീനോ ഏത് മോഡൽ എടുത്താലും ഇപ്പം
ഡിസ്ക് ആണെന്നുണ്ടെങ്കിലും നോർമൽ ഡ്രം മോഡൽ ഫസിനോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും എല്ലാ വണ്ടികളും വരുന്നത് ഗൈസ് ഹൈബ്രിഡ് എഞ്ചിനാണ് വരുന്നത്. വണ്ടി അതുകൊണ്ട് തന്നെയാണ് വണ്ടിക്ക് ഏകദേശം കമ്പനി 70+ മൈലേജ് പറയുന്നത്. 70+ ഇല്ലെന്നുണ്ടെങ്കിൽ പോലും ഒരു 65 കൺഫേം കിട്ടുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ നിലവിലൊരു സ്കൂട്ടർ സെഗ്മെന്റ് എന്നൊരു ലെവലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഫസീനോട് അത്രയും മൈലേജ് വരുന്നൊരു വണ്ടി ഒരു ബ്രാൻഡിനും നിലവിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡ്രം ആണെന്നുണ്ടെങ്കിലും ഡിസ്ക് ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ട് വരുന്നത് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ തന്നെയാണ് ഗൈസ് വരുന്നത്. അതുപോലെ ബാക്ക് സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ സിംഗിൾ സൈഡ് മോണോ ഷോക്കും ആയിരിക്കും വരുന്നത്. നമ്മളെല്ലാം റെഡ് വണ്ടി മാത്രം കാണിച്ച് പറഞ്ഞിട്ട് നമ്മുടെ കോപ്പർ വണ്ടിക്ക് ഒരു വിഷമമുണ്ട്. കാര്യം എനിക്ക് റെഡ് ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിച്ചു, അതുകൊണ്ടാണ് ഞാൻ റെഡ് വണ്ടി എടുത്ത് തന്നെ കിടന്ന് കറങ്ങുന്നത്. ഓക്കെ, നമ്മുടെ ബൂട്ട് സ്പേസിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 21 ലിറ്ററാണ് വരുന്നത്. ഒരു ഫുൾ സൈസ് ഹെൽമെറ്റ് ഒക്കെ നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ E20 ഫ്യൂൽ സപ്പോർട്ടാണ്. അറിയാമല്ലോ, ഇപ്പോൾ പുതിയ പെട്രോളിയം വരുന്നത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന എഞ്ചിനാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അതിൻ്റെ QR കോഡാണ് ഇവിടെ. യമഹയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്ത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ഒരു ആവറേജ് മൈലേജും കാര്യങ്ങളും, ഒരു ലാസ്റ്റ് പാർക്കിംഗ് ലൊക്കേഷന്, അതുപോലെ തന്നെ ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് വണ്ടിയുടെ അറിയാൻ പറ്റും. മേജറായിട്ട് എന്താണ് ഫസിനോയും ഫസിനോ എസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡിസൈനിൽ നമ്മൾ ആ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ഡിസൈൻ, അല്ലെന്നുണ്ടെങ്കിൽ സൈഡ് പോർഷനിൽ ഫസിനോ എസ്, അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ ഫസിനോ എന്ന് ബാഡ്ജിങ്, ആ ഒരു ഡിഫറൻസ് ആണ് മെയിനായിട്ടൊരു മേജറായിട്ട് അതിനകത്ത് നമുക്ക് തോന്നുന്നത്. അതേപോലെ അലയുടെ ആ കളേഴ്സ് ആണെന്നുണ്ടെങ്കിലും. അപ്പം ഓക്കെ, മെയിനായിട്ടുള്ള കാര്യങ്ങൾ, ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നമ്മുടെ കൊട്ടാരക്കര യമഹയിലെയാണ്. നമുക്ക് എന്തെങ്കിലും ഓഫറും കാര്യങ്ങളൊക്കെ ഓണത്തിന് വന്നിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. എന്തായാലും അടുത്ത് ഒരു ബൈക്കിൻ്റെ കാര്യമായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ അടുത്തൊരു ട്രാവൽ വ്ലോഗായിട്ട് കാണുന്നവരെ ബൈ.